കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതകാലം കൂടി ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കായി കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവരുടെ സന്തതി ഭൂമിയെ അവകാശമാക്കും. നേരുള്ളവരുടെ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല എന്ന് 112 സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ വചനങ്ങളെ എഴുതിയിരിക്കുന്നു. ഇവിടെ ആർക്കാണ് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നത്? ആരാണ് ദുർവർത്തമാന നിമിത്തം ഭയപ്പെടാത്തത്? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന മനുഷ്യൻ, കൽപ്പനകളെ അനുസരിക്കുന്നവൻ, കൽപ്പനകളെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ ഭൂമിയിൽ ആശ്രയിക്കുവാൻ സമ്പത്തോ മറ്റ് യാതൊരു കാര്യങ്ങളോ ഇല്ലാതിരിക്കെ നമ്മുടെ ജീവിതം, നമ്മുടെ തലമുറകളുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമായിരിക്കുവാൻ നമുക്ക് ഇപ്പോൾ ബാങ്കിൽ FD ഇടുന്നത് പോലെ നമുക്കുള്ള ഏറ്റവും വലിയ സോഴ്സാണ് നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവം. ദൈവമുഖത്തേക്ക് നോക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. ഈ ഭൂമിയിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും സ്വർഗം നമുക്ക് തുണ നിൽക്കും. കുലുങ്ങിപ്പോകാതെ നേരോടെ ജീവിക്കുവാൻ നമ്മെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലവും അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് അടുത്ത് വരുന്ന പച്ച ദൈവമേ, അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ചിരിക്കുന്ന ദൈവം, സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമായിരിക്കാൽ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ നിന്ന് ഉയരത്തിൽ സ്വർഗസന്നിധിയിലേക്ക് നോക്കി നിലവിളിക്കുന്നപ്പ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ദൈവമേ, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരമറളുന്ന ദൈവം, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ വികാരങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്നവനായിരിക്കുന്ന നല്ല കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ പല ചോദ്യങ്ങളുണ്ട്, പല സങ്കടങ്ങളുണ്ട്, പല പരാജയങ്ങളും, പല ഭീതി, ഭയമുണ്ട് കർത്താവെ, പലതിനെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ആകുലതകളും ഭയത്തോടെയും ഒക്കെ ഞങ്ങളായിരിക്കുമ്പോൾ ഏറിയ കുരുകിലിനേക്കാൾ വിശേഷതയുള്ളവരും ഞങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങളെ അവിടുത്തെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നുവെന്നും അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വരച്ചിരിക്കുന്നു എന്നും എല്ലാം ഉറപ്പുള്ള വചനം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തീയിൽ കൂടി കടന്നാൽ അതിൽ നീ വെന്തു പോകുകയില്ല. പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അവിടുന്ന് പിന്നെയും ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി. തീ എന്ന പോലെ, വെള്ളം എന്നതുപോലെ പലതും മാറി മാറി ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും ഉറപ്പുള്ള പാറയായിരിക്കുന്ന ക്രിസ്തു യേശുവിൽ കർത്താവെ ധൈര്യത്തോടെ ജീവിക്കുവാൻ, ജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിലെന്നും എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിനായി സ്തോത്രം. അവിടുത്തെ കാൽവരിയിലെ ജയത്തിനായി സ്തോത്രം പറയുന്നു. അവിടുത്തെ രക്തത്തിനായി സ്തോത്രം അപ്പച്ച. യേശുവിൻ്റെ നാമത്തിനായി നന്ദി. യേശു ക്രിസ്തു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനത്തിനായി നന്ദി. സാക്ഷിയൻ വചനത്താലും കുഞ്ഞാട്ടിൻ രക്തത്താലും അവർ പിശാചിനെ ജയിച്ചു. ജീവപര്യന്തം തങ്ങളുടെ ജീവനെ അവർ സ്നേഹിച്ചതുമില്ല എന്ന് വചനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങളെ തന്നെ ത്യജിച്ച് കർത്താവിൻ്റെ കുരിശുമെടുത്ത് കർത്താവെ, ദൈവവചനത്താലും യേശുവിൻ്റെ രക്തത്താലും ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതം ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. വചനം ദൈവമേ, ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വചനം ഉണ്ടായിരിക്കട്ടെ, അത്തരത്തിൽ വചനം ഉണ്ടായിരിക്കട്ടെ ദൈവമേ. ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ദൈവമേ, ഞങ്ങൾ ഉറങ്ങുമ്പോഴും എല്ലാം വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയത്തിൽ ഞങ്ങൾ ദൈവമേ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിനേക്കാളും വലുത് മറ്റൊന്ന് വന്ന് ഈ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങൾ മാറിപ്പോകാതെ അവിടുന്ന് ഞങ്ങൾക്ക് മുമ്പിൽ തന്നിരിക്കുന്ന സകലതിനും, ദേശങ്ങൾക്കായി, ദൈവമക്കൾക്കായി, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായി, ദൈവമേ സമാധാനത്തിനായി ഒക്കെ എല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, തലമുറകൾ നേരായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, യൗവനക്കാരായിരിക്കുന്ന മക്കൾ, വഴിതെറ്റിപ്പോകുന്ന മക്കളെ മടക്കി കൊണ്ടുവരുന്നതിനായി പ്രാർത്ഥിക്കുവാൻ, അവരിൽ യഹോവ ഭക്തി
ശക്തി ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അധികമായി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുവാൻ, പ്രവചനാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ദേശങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുവാൻ ഒക്കെ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് ദൈവമേ ഞങ്ങളെ നിറയ്ക്കണമേ. അധർമ്മം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ പലരുടെയും സ്നേഹം തണുത്തു പോകും. അവിടെ വിശുദ്ധന്മാർക്ക് തങ്ങളുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യമെന്നെല്ലാം പറയുന്നത് പോലെ കർത്താവേ, ദൈവിക ജ്ഞാനവും സഹിഷ്ണുതയും ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ. കേൾക്കുന്നതിൽ നിന്ന് സത്യം എന്തെന്ന് തിരിച്ചറിയുവാൻ, അത് ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ അന്ന് പാൽക്കാലെ പ്രിയപ്പെട്ടവരുടെ എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ തുണ കൂടെ ഇരിക്കണമേ. കർത്താവെ, ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ആരോഗ്യത്തിൻ്റെ വിഷയങ്ങൾ, ബന്ധങ്ങളുടെ ഉലച്ചിലുകൾ, എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഒരു പണി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. പ്രത്യേകിച്ച് കർത്താവെ, കേസുകൾ ദൈവമേ, ഡിവോഴ്സിൻ്റെ കേസുകൾ, കുടുംബ കോടതികളിൽ കിടക്കുന്ന കേസുകൾ, കർത്താവെ, അല്ലാതെയുള്ള സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ, അങ്ങനെ കോടതി വരാന്തകളിൽ കയറി ഇറങ്ങുന്നവർ, ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു പോയിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നു. വസ്തു സംബന്ധമായിരിക്കുന്ന കേസുകളിൽ നിന്ന് വസ്തുക്കൾ കർത്താവെ റിലീസ് ചെയ്യപ്പെടട്ടെ. വഴികൾ ദൈവമേ ഓപ്പണായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിശാച് അടച്ചിരിക്കുന്ന സകലതും ഈ ദിവസങ്ങളിൽ ഓപ്പണാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആഭിചാര ബന്ധനങ്ങളെ അവിടെ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവാരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ദൈവമേ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ പുതുവഴികളെ തുറക്കണമേ. ബിസിനസ്സുകളുടെ ദൈവമേ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കണമേ. മുടങ്ങിക്കിടക്കുന്ന ദൈവമേ സമ്പത്തിനെ ദൈവമേ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവരുടെ വേദനകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ. കർത്താവേ സ്തോത്രം. ദൈവമേ, കിഡ്നി സംബന്ധമായിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കർത്താവെ അവിടെ നിന്ന് വിടുവിക്കണമേ. ആർത്രൈറ്റിസ് രോഗങ്ങളെ ദൈവമേ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ. കാൽമുട്ട് സംബന്ധിച്ച് അസ്ഥി തേയ്മാനങ്ങളിലെല്ലാം ഭാരപ്പെടുന്ന പ്രായമുള്ള അമ്മച്ചിമാരെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ. അപ്പച്ചന്മാർക്ക് കർത്താവെ അവിടെ നിന്ന് വിടുതൽ കൊടുക്കണമേ. പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ടുകൾ, സൈനസ് കംപ്ലൈൻറ്റുകൾ, കർത്താവെ നെർവ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കംപ്ലൈൻറ്റുകളെ ഒക്കെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാഴ്ചക്കുറവുകളെ ദൈവമേ അവിടെ നിന്ന് പരിഹരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് കർത്താവെ, ഒരിക്കൽ കൂടി ഓരോ രാജ്യങ്ങളിൽ, ഓരോ പട്ടണങ്ങളിൽ കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പഠിക്കുവാൻ വേണ്ടി കടന്നു പോയിരിക്കുന്നവർ, ജോലിക്കായി പോയിരിക്കുന്നവർ, കുടുംബമായിട്ടായിരിക്കുന്നവർ, ശുശ്രൂഷയിലായിരിക്കുന്നവർ, എല്ലാ പ്രിയ മക്കളെയും ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവെ അവിടുത്തെ രക്തത്താൽ അവിടെ നിന്ന് മറച്ചുകൊള്ളണമേ. ദൂതന്മാരുടെ കാവലിലും സംരക്ഷണത്തിലുമായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യോനയുടെ പുസ്തകം 2-ാം അധ്യായം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. പഴയ നിയമ പുസ്തകങ്ങളിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരുമുള്ള കൂട്ടത്തിൽ ചെറിയ പ്രവാചകന്മാരുടെ കൂടെ എഴുതിയിരിക്കുന്ന യോന പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ഹല്ലേലൂയ. പലപ്പോഴും വളരെ സീരിയസ് ആയിട്ട് നേരിടേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും യോനയും ദൈവവും തമ്മിലുള്ള സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി തന്നെ വന്നു പോകുന്ന രീതിയിൽ യോന പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ച്, ദൈവം മനുഷ്യൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ദൈവം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ പ്രവചിച്ചത് അതുപോലെ നടന്ന് ഒരു ജനത്തിൻ്റെ മേൽ ശിക്ഷാവിധി വരണം എന്ന് കാണുവാൻ ആഗ്രഹിച്ചൊരു യോനയെക്കുറിച്ച് നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കുവാനായി കഴിയും. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ വികാര വിചാരങ്ങൾ കൂടിയും കടന്നു പോകുന്നൊരു യോന. ഹല്ലേലൂയ. ആ യോനയെക്കുറിച്ച് ആ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ നിനവയെക്കുറിച്ച്, നിനവയുടെ പാപം ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ആ നിനവയെക്കുറിച്ച് പ്രവചിക്കുവാൻ, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു നാശം വരും, ദൈവം അവർ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പ്രവചിക്കുവാനായി യോനയെ അയക്കുന്നു. പക്ഷേ ഈ യോന മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ആ പ്രവചനം അവർ മടങ്ങി വന്നാൽ ദൈവം ആ ശിക്ഷ നീക്കിക്കളയുമെന്ന് യോനയ്ക്ക് മനസ്സിൽ തോന്നിയതുകൊണ്ട് യോന മറ്റൊരു വഴിക്ക് പോകുവാൻ പോകുന്നു. പിന്നത്തേതിൽ കടലിളകുന്നു. ആ കടലിൽ നിന്ന് യോനയെ എല്ലാവരും എടുത്ത്, അല്ലെങ്കിൽ അവിടെയുള്ളവർ യോനയാണ് ആ കാറ്റിനും കടൽ ഇളകുവാനും കപ്പലിന് നാശം വരുവാനും കാരണമെന്നറിഞ്ഞ് യോനയെ കടലിടുന്നു. അവിടെയും കാരുണ്യവാനായിരിക്കുന്ന ദൈവം തൻ്റെ മക്കളിൽ കൂടി ഒരു പദ്ധതി നിറവേറ്റണമെന്ന് ദൈവത്തിനുണ്ടെങ്കിൽ അത് നടപ്പിലാകുമെന്നുള്ള ദൈവം ഒരു മത്സ്യത്തെ അവിടെ കൽപ്പിച്ചാക്കുന്നു. ആ മത്സ്യം വിഴുങ്ങുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ യോനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. യോനയുള്ളത് കൊണ്ട് മത്സ്യത്തിനും ബുദ്ധിമുട്ടായിരിക്കാം. അത് ആ കടലിലെല്ലാം പാഞ്ഞു നടന്നു. 3 രാവും പകലും ആ കടലിൽ അങ്ങോളം ഇങ്ങോളം ഈ മത്സ്യം നടന്നു. അവിടെ ഇരുന്ന് യോന നിലവിളിക്കുകയാണ്. കാരണം ഒരു കടലിൽ വീണൊരു മനുഷ്യൻ അന്നേരം തന്നെ വെള്ളത്തിൽ വീണ് മരിച്ചു പോകേണ്ടിയിരുന്ന സ്ഥാനത്ത് ദൈവം അവനെ ശേഷിപ്പിക്കുകയാണ്. കാരണം അവനെ കൊണ്ട് പിന്നെ
ദൈവത്തിൻ്റെയും പദ്ധതികൾ ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് യോനയ്ക്ക് ബോധ്യം വരികയും യോന ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് ഇട്ട് കളഞ്ഞിരിക്കുന്നു, എങ്കിലും അവിടെ നിന്ന് പാതാളത്തിൽ നിന്ന് ഞാൻ നിലവിളിക്കുന്നു. മത്സ്യത്തിൻ്റെ വയറിലുള്ള ആ ഇരുട്ടും നാറ്റവും ആ അവസ്ഥ യോനയ്ക്ക് പാതാളം പോലെയായിരുന്നു. നിലവിളി കേട്ടു. അതിൻ്റെ ആ കുറച്ചുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്തോത്രയാഗത്തോടെ നിനക്കുള്ള നേർച്ചകളെ ഞാൻ കഴിക്കും. അങ്ങനെ സ്തോത്രയാഗമെന്ന് എപ്പോൾ പറഞ്ഞു, ആ മത്സ്യം ആ സമയത്ത് യോനയെ കരയിലേക്ക് കൊണ്ടിടുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാം നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നാം ദൈവസന്നിധിയിൽ നിന്ന് അനുസരണം കെട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ തിന്മ വന്ന് ഭവിച്ചു എന്ന് വരാം. പക്ഷേ എവിടെയാണെങ്കിലും കാരുണ്യവാനായിരിക്കുന്ന ദൈവം, സ്നേഹവാനായിരിക്കുന്ന ദൈവം, മനസ്സലിയുന്ന ദൈവം, കരുണയുള്ള ദൈവം, തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം നിശ്ചയമായും നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ നാം ശ്രമിക്കുക. അടി കിട്ടി എല്ലാം ശിക്ഷ വാങ്ങിയതിന് ശേഷം ചെയ്യുന്നതിനേക്കാൾ ദൈവം പറയുന്നത് അതുപോലെ അനുസരിച്ച് ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിലവിളി കേട്ട് മറുപടി അരുളുന്ന ദൈവം ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലവിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അതിൽ നിന്ന് വിടുവിക്കുവാനായി കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങട്ടെ. ആമേൻ, ആമേൻ.